സൂപ്പർ നായർ സുകുമാരൻ നായർ ഇദ്ദേഹത്തെ പോലെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി മാതൃകയാണ്. അത് സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് ആചാര്യന്റെ നിലപാടുകളാണ്. അങ്ങനെ മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നും ഒരു സമുദായത്തെ മാത്രം മാറ്റി ബാക്കി എല്ലാവരും ഐക്യം വേണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും അങ്ങനെ മുസ്ലിം വിരോധം ശരിയല്ലെന്നും ശക്തമായി പറയാൻ ഒരു സമുദായ നേതാവിന് കഴിയുന്നത് ഹിന്ദുക്കളുടെ അഭിമാനമാണ്, മലയാളക്കരയുടെ അഭിമാനമാണ്. ഞാൻ അതോടൊപ്പം അദ്ദേഹത്തിന്റെ ശ്രീ സുകുമാരൻ നായരുടെ നല്ല നിലപാടിനെ അക്നോളജ് ചെയ്യുകയും പലതവണയും ശ്ലാഘിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഷാഫി ചാലിയം. ഞാൻ ശ്രീ ഷാഫി ചാലിയത്തെ കുറിച്ചും കുറച്ചു കാലമായി വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ ഇങ്ങനെ സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്ന എല്ലാ നേതാക്കളും, ശ്രീ സുകുമാരൻ നായർ സാർ ആകട്ടെ, മുസ്ലിം ലീഗിലെ പാണക്കാട് തങ്ങന്മാരാകട്ടെ, കുഞ്ഞാലിക്കുട്ടി സാർ ആകട്ടെ, മുസ്ലിം ലീഗിലെ എല്ലാ നേതാക്കളും, ശ്രീ ഷാഫി ചാലി അടക്കമുള്ളവരാകട്ടെ, നമ്മുടെ ക്രിസ്ത്യൻ സഭകളാകട്ടെ, നമ്മുടെ നാടിന് നന്മയും മേന്മയും നേരുകയാണ്. എനിക്കതിൽ വളരെ സന്തോഷവും ഇഷ്ടവും തോന്നിയത് ഇത്രയും മുതിർന്നൊരു വ്യക്തിയാണ്, എന്നാൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്നില്ല ശ്രീ സുകുമാരൻ നായർ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗാണ് ഐക്യം തകർത്തെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറയാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ഞാൻ ഒരു വിഭാഗത്തിനെ മിണ്ടാതെ സൈലന്റ് ആയതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യമല്ലേ പറയുന്നത്. ഒരു വിഭാഗത്തിനെ മിണ്ടാതിരുന്നുകൊണ്ട് ബാക്കിയുള്ളവർ ഐക്യമല്ലേ പറയുന്നത്. അതായത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ പിന്നെ ആരാ ഉള്ളത്? മുസ്ലിങ്ങൾ മാത്രമല്ലേ പിന്നെ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ ആ മുസ്ലിങ്ങളെ അങ്ങനെ മാറ്റി നിർത്തി സൈലന്റായി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യം പറയുന്നത് ശരിയാണോ? ഞങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെയല്ല. സാമുദായികവും സാംസ്കാരികവുമായി ഹിന്ദു ഐക്യം വേണം. അത് മഹാത്മാഗാന്ധിയുടെ കാലത്തൊട്ടുള്ള ആശയമാണ്. ഭാരതകേസരി മന്നത്ത് പത്മനാഭനും മഹാനായ ശ്രീ ആർ ശങ്കറും ഒക്കെ ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം തുടങ്ങിയതും ആർക്കെതിരെയുമല്ല, എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. ഈ ലൈനാണ് പ്രധാനം. ഹിന്ദു ഐക്യം വേണം, പക്ഷെ അത് മുസ്ലിങ്ങൾക്കെതിരാകരുത്, ക്രിസ്ത്യാനികൾക്കെതിരാകരുത്. കഴിഞ്ഞ തവണ ചില ആൾക്കാരെങ്കിലും ഒരു ക്രിസ്ത്യൻ വിരോധത്തിന്റെ ബേസിലാണ് നായർ ഈഴ ഐക്യം ഉണ്ടാക്കാൻ നോക്കിയത്. ഇപ്പൊ ഒരു മുസ്ലിം വിരോധത്തിന്റെ ബേസിൽ ഉണ്ടാക്കാൻ നോക്കുന്നു. അത് ശരിയല്ല. SNDP NSS ഐക്യമാണ് ഉദ്ദേശിച്ചത്. അത് പറയുന്നതിനൊരു ആത്മാർത്ഥതയുണ്ട്. അതിനോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. വിശാല ഹിന്ദു ഐക്യം വേണമെന്ന് പറയുന്നവരുണ്ട്, സാമുദായികമേ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഈ പറയുന്നതിനൊരു ആത്മാർത്ഥതയും നന്മയും ഇല്ല. അപ്പോ വളരെ പക്വതയോടുകൂടി സുകുമാരൻ നായർ സാർ പറയുന്നത് അത്ര ഷാർപ്പാണ്. വെള്ളാപ്പള്ളി ഇന്നും ചില ന്യൂനപക്ഷ വെല്ലുവിളികൾ നടത്തുന്നത് കേട്ടു. പറയുന്ന ആരാ? ജി സുകുമാരൻ നായർ സാർ. എന്നാൽ ഇദ്ദേഹത്തിന് ഓർത്തുകൂടെ, വെള്ളാപ്പള്ളി സാറ് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയന്റെ നാവായി നിന്നുകൊണ്ട് മറുഭാഗത്ത് BJPക്കും കൂടെ അനുകൂലമായി പറയുന്നതാണ്. CPM-ഉം BJPയും ഇപ്പം ഹിന്ദു ഐക്യം, അതായത് മുസ്ലിം വിരോധത്തിന്റെ പേരിലുള്ള ഐക്യം എന്ന് CPM-കാരും വെള്ളാപ്പള്ളി നടേശനും, ഹിന്ദു ഐക്യം അത് ഇസ്ലാമോഫോബിയയുടെ ബേസിൽ നിന്ന് BJPയിലെ ചിലരും പറഞ്ഞ് ഐക്യം ഉണ്ടാക്കാൻ നോക്കുന്നതിനെ യഥാർത്ഥത്തിൽ തെള്ളിക്കളയുന്നത് ഒരു നായരുടെ, ഹിന്ദുവിന്റെ, മലയാളിയുടെ നന്മയാണ്. നമുക്ക് ഐക്യം വേണം, പക്ഷെ ആ ഐക്യം ആർക്കെതിരെയുമല്ല, നമുക്കെല്ലാം അനുകൂലമായിട്ടുമായിരിക്കണം. അദ്ദേഹത്തെ അന്നത്തെ പരിപാടിയാണ്. ഞാൻ എല്ലാ അദ്ദേഹത്തിന്റെ വാർത്തകളും കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ശ്രീ സുകുമാരൻ നായർ ആ കെണിയിൽ പെടണ്ട എന്ന് തീരുമാനിച്ചു. പ്രായം കൂടുമ്പോൾ പല വൃത്തികേടുകളും പറയും എന്ന് ശ്രീ സുകുമാരൻ നായർ സാറിന് പറയാൻ കഴിയുന്നത് നന്മയാണ്. അതുകൊണ്ട് ഹിന്ദു ഐക്യം വേണം, പക്ഷെ ഹിന്ദു ഐക്യം മുസ്ലിങ്ങൾക്കെതിരല്ല. മുസ്ലിമിന്റെ നെഞ്ചത്തോട്ട് കയറി ഹിന്ദു ഐക്യം ഉണ്ടാക്കണം എന്ന് പറയുന്നതിൽ യാതൊരു നന്മയും ന്യായവും ഇല്ല. പകരം എല്ലാവർക്കും വേണ്ടി ഐക്യം വേണം. മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഹിന്ദു ഐക്യം തീർച്ചയായിട്ടും വേണം. അതോടൊപ്പം ഹിന്ദു മുസ്ലിം ഐക്യവും വേണം. അതാണ് കറക്റ്റ് ബാലൻസ്. ഒരു കയ്യിൽ ഹിന്ദു ഐക്യം, ഒരു കയ്യിൽ ഹിന്ദു മുസ്ലിം ഐക്യം. ശ്രീ ഷാഫി ചാലിയവും എഴുതിയതും രേഖപ്പെടുത്തിയതും ഇതേപോലെ ശ്രീ സുകുമാരൻ നായർ സാറുടെയും ഒരു വലിയ ഹിന്ദു നേതാവിന്റെ അത്ര നന്മയുള്ള മതസൗഹാർദ്ദമുള്ള കാര്യങ്ങൾ അക്നോളജ് ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളത് പ്രധാനമാണ്. ശ്രീ ഷാഫി ചാലിയം അടക്കം അത് നോട്ട് ചെയ്യുകയും എന്താ പറയണേ, പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു. ശ്രീ ഷാഫി ചാലിയത്തിനും നന്ദി പറയുന്നു. ഷാഫി ചാലിയം സാറിനെ പോലുള്ള നേതാക്കൾ, അദ്ദേഹം ഞാനും ഇരിക്കുമ്പോൾ ഒന്നോ രണ്ടോ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം കാണാം, പക്ഷെ 98% കാര്യങ്ങളിലും നമുക്ക് യോജിക്കാമെങ്കിൽ ഈ 2% അഭിപ്രായ വൈവിധ്യം നമുക്ക് അതിജീവിച്ചൂടെ? അപ്പൊ ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറുടെ വാർത്താ സമ്മേളനം കാണുകയാണ്. ഒരു സമുദായ നേതാവ് എത്രത്തോളം പക്വമായിട്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ സംസാരിക്കേണ്ടത് എന്നതിന് ഉദാഹരണമായി അദ്ദേഹത്തോടുള്ള ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ചോദ്യം: ഹൈന്ദവ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് മറികടക്കുക? അതിന് ഐക്യം വേണ്ടേ? ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകാൻ പാടില്ല. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. സുകുമാരൻ നായർ സാർ ഈ പറയുന്ന നിലപാട് സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ നിലപാടാണ്. ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ബാക്കി ഒരു സമുദായത്തിനും ദോഷകരമായി, അഹിതകരമായി ഭവിക്കില്ല.
ലോകത്തിൽ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്ന ഏക സമുദായ സംഘടന ഒരുപക്ഷെ NSS ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി തുടർച്ചയായി പ്രസ്താവന നടത്തും, അതേപറ്റി ഉത്തരം സുകുമാരൻ നായർ സാറിന്റെ. ഞങ്ങളെ അതിന് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എല്ലാ മതങ്ങളും സമുദായങ്ങളും സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ സംഘടനയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. അതായത് ഭാരത കേസരി മന്നത്വനാവൻ തുടങ്ങുമ്പോൾ ആ ഗാന്ധിയൻ ലൈൻ, മതസൗഹാർദ്ദ ലൈൻ വെച്ചാണ് തുടങ്ങുന്നത്. SNDP NSS ഐക്യം ഈ മൂല്യങ്ങൾക്ക് വിധേയമാകണമെന്ന് ഞങ്ങൾ നിബന്ധന വെച്ചിരുന്നു. ഇന്നും അദ്ദേഹം ചില മോശം പരാമർശങ്ങൾ നടത്തി. അതിനൊന്നും കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. അതാണ് ഒരു നല്ല നായരുടെ, നല്ല ഹിന്ദുവിന്റെ, നല്ല മലയാളിയുടെ ലക്ഷണം. മുസ്ലിം സമുദായത്തെ അല്ല, ലീഗിനെയാണ് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, വെള്ളാപ്പള്ളി സാർ കള്ളം പറയുന്നത് നമുക്കെല്ലാം അറിയാം. വെള്ളാപ്പള്ളി സാറിനെ യാതൊരു കുറവൊന്നുമില്ല. പക്ഷേ ഇത് വെള്ളാപ്പള്ളി സാർ പറയുന്നതിന്റെ പിന്നിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, CPM വേണ്ടിയാണ് പറയുന്നത്, വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. മുസ്ലിം സമുദായത്തെ അല്ല, ലീഗിനെയാണ് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഉത്തരം സുകുമാരൻ നായർ സാറിന്റെ. അതെന്തിനാണ്? ഞങ്ങൾ പറയുന്നത് ആർക്കും എതിരാകാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഗാന്ധിജിയുടെ, ശ്രീനാരായണ ഗുരുദേവന്റെ, ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ലൈൻ. ഞങ്ങൾ പറയുന്നത് ആർക്കും എതിരാകാൻ പാടില്ലെന്നകാൻ. പിന്നെ എങ്ങനെ ഇത് യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാകും? പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ഐക്യം വേണ്ടത് വെച്ചത്. ഒന്ന് ആലോചിക്കുക, മുസ്ലിം സമൂഹത്തിന് വേണ്ടിയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും വർഗീയതയും വിദ്വേഷവും ഇസ്ലാമോഫോബിയയും ഉണ്ടാകരുതെന്നും കരുതിയാണ് ആ ഐക്യം ഉപേക്ഷിച്ചത്. അത് നല്ല നായരുടെ, നല്ല ഹിന്ദുവിന്റെ, നല്ല മലയാളിയുടെ ലക്ഷണങ്ങളാണ്. സുകുമാരൻ നായർ സാറിന് പ്രണാമം അർപ്പിക്കുന്നു. ഒരു ഹിന്ദു എന്ന വിശ്വാസി എന്ന രീതിയിൽ പ്രണാമം അർപ്പിക്കുന്നു. ശബരിമല കാലത്തടക്കം ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് പോരാട്ടത്തിനിറങ്ങിയ വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സാദര പ്രണാമം അർപ്പിക്കുന്നു. താങ്കളെ പോലുള്ള ഒരുപാട് ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ പാതയിൽ പോകുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തെ നയിക്കട്ടെ. ഗോഡ് ബ്ലെസ്.